ബീഹാറിന്റെ ഗ്രാമാന്തരങ്ങളിൽ ഇപ്പോൾ ഒറ്റ പേര് മാത്രമാണ് മുഴങ്ങിക്കേൽക്കുന്നത്. ജയ് രാഹുൽ ഗാന്ധി. രാഹുൽ ഗാന്ധി നടത്തുന്ന വോട്ടധികാർ യാത്ര ബീഹാറിനെ ഇളക്കി മറിക്കുകയാണ്. ബീഹാറിന് മാത്രമല്ല, ഉത്തരേന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ BJPയുടെ അടിവേരറുക്കുന്ന തരത്തിലാണ് യാത്ര മുന്നോട്ടു പോകുന്നത്. രാഹുൽ മാത്രമല്ല, മഹാഭാരതത്തിൽ കൃഷ്ണൻ തേര് തെളിക്കുമ്പോൾ ശ്രീരാമൻ വില്ലു കുലയ്ക്കുന്നത് പോലെ രാഹുൽ ഗാന്ധിയുടെ കൂടെ തേജസ്വി യാദവ് ഉണ്ട്. DK ശിവകുമാറും സിദ്ധരാമയ്യയും രേവന്ത് റെഡ്ഡിയും പ്രിയങ്ക ഗാന്ധിയും ഭവൻ ഖേരയും അടക്കമുള്ള കോൺഗ്രസിന്റെ ഒന്നാം നിര നേതാക്കന്മാരെല്ലാം യാത്രയിൽ പങ്കെടുക്കുകയാണ്. ഗ്രാമാന്തരങ്ങളിൽ നിന്ന് കർഷകരും കർഷക തൊഴിലാളികളും വിദ്യാർത്ഥികളും കടന്നു വരികയാണ്. കോളേജുകളിൽ നിന്ന് വിദ്യാർത്ഥിനികൾ ഉൾപ്പെടെ കൂട്ടമായി രാഹുൽ ഗാന്ധിയെ കാണാൻ എത്തിച്ചേരുകയാണ്. മതപുരോഹിതന്മാർ രാഹുൽ ഗാന്ധിക്ക് അഭിവാദ്യങ്ങൾ അർപ്പിക്കാൻ റോഡരികിൽ കാത്തു നിൽക്കുന്ന കാഴ്ച ജനാധിപത്യത്തിന്റെ വസന്തം ഇന്ത്യയിലേക്ക് വീണ്ടും തിരിച്ചു വരുന്നത് എന്നതിന്റെ ശുഭസൂചനയായി നമുക്ക് കാണാൻ കഴിയുന്നു. മുഴുവൻ ആളുകളും, ആബാലവൃദ്ധം ജനങ്ങളും രാഷ്ട്രീയം മറന്ന് രാഹുൽ ഗാന്ധിക്ക് പിന്നിൽ അണിനിരക്കുകയാണ്. കാരണം ഇന്ത്യയുടെ ആത്മാവ് വീണ്ടെടുക്കണം. ഇന്ത്യയുടെ ആത്മാവ് എന്ന് പറയുന്നത് ഇന്ത്യയുടെ ജനാധിപത്യമാണ്. കോൺഗ്രസ് ആണ് ഇന്ത്യക്ക് ജനാധിപത്യം സംഭാവന ചെയ്തത്. സൂര്യൻ അസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യം ഇന്ത്യ രാജ്യത്തു നിന്നും ഒഴിഞ്ഞു പോയപ്പോൾ ഒരു മുട്ടുസൂചി പോലും സ്വന്തമായി ഉണ്ടാക്കാൻ കഴിയാതിരുന്ന ഇന്ത്യയെ ഇന്നു കാണുന്ന ഇന്ത്യയാക്കി മാറ്റി ലോകത്തിന്റെ നെറുകയിലേക്ക് കൈപിടിച്ചാനയിച്ചത് കോൺഗ്രസ് ആണ്. കോൺഗ്രസ് അതിന്റെ ഗർഭപാത്രത്തിൽ 10 മാസം ചുമന്ന് നൊന്ത് പ്രസവിച്ച കുട്ടിയാണ് ഇന്ത്യ. ആ ഇന്ത്യയെ, ജനാധിപത്യത്തെ, മതേതരത്വത്തെ ഇല്ലാതാക്കാനുള്ള ശ്രമമാണ് കേന്ദ്രം ഭരിക്കുന്ന സംഘപരിവാർ രാഷ്ട്രീയം നടത്തിക്കൊണ്ടിരിക്കുന്നത്. വ്യാജ വോട്ടിലൂടെ ജനാധിപത്യത്തെ കശാപ്പ് ചെയ്ത സംഘപരിവാർ കേന്ദ്രത്തിൽ അധികാരത്തിലെത്തിയപ്പോൾ തെളിവുകൾ നിരത്തി രാഹുൽ ഗാന്ധി ഇതുമായി ബന്ധപ്പെട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷനെയും കേന്ദ്ര സർക്കാരിനെയും വെല്ലുവിളിച്ചിട്ടും രാഹുൽ ഗാന്ധിയുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ കഴിയാതെ ഇന്ത്യയുടെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഓടിയൊളിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ്. നരേന്ദ്രമോദിക്കും അമിത്ഷയ്ക്കും സംഘപരിവാറിന്റെ നേതാക്കന്മാർക്കും ഇത് സംബന്ധിച്ച ചോദ്യങ്ങൾക്ക് ഉത്തരമില്ലാതെ മുഖത്തോട് മുഖം നോക്കി നിൽക്കുന്നത് നമ്മൾ കണ്ടതാണ്. അവിടെയാണ് രാഹുൽ ഒരു പരിവർത്തന യാത്രയുമായി ബീഹാറിന്റെ മണ്ണിലേക്ക് കടന്നു വരുന്നത്. 16 ദിവസം നീണ്ടു നിൽക്കുന്ന വോട്ടധികാർ യാത്ര ഇന്ത്യയുടെ ജനാധിപത്യവും ഇന്ത്യയുടെ മതേതരത്വവും തിരിച്ചുപിടിക്കാൻ പ്രൗഢോജ്ജലമായ പോരാട്ടത്തിലാണ് അദ്ദേഹം. ഈ പോരാട്ടത്തിൽ രാഹുൽ ഗാന്ധി തനിച്ചല്ല. രാഹുലിനൊപ്പം പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാർ എല്ലാവരുമുണ്ട്. കാരണം രാഹുലിന് ഇന്ത്യയുടെ ജനാധിപത്യത്തിന്റെ വിലയറിയാം. രാഹുലിന്റെ മുത്തശ്ശിയും രാഹുലിന്റെ അച്ഛനും ഈ രാജ്യത്തിന് വേണ്ടി ജീവൻ ബലിയർപ്പിച്ചതാണ്. ശ്രീപെരുമ്പത്തൂരിന്റെ ആകാശത്തിന് താഴെ 1000 അസ്ഥിക്കഷ്ണങ്ങളും 10,000 മാംസത്തുണ്ടങ്ങളുമായി ചിതറിത്തെറിച്ച രാജീവ് ഗാന്ധി ഒരു മാൻപേടയെപ്പോലെ തന്റെ ഗർഭപാത്രം തുളച്ച വെടിയുണ്ടകൾക്ക് മുന്നിൽ അടിപതറാതെ നെഞ്ചുവിരിച്ച ഒരു മാൻപേടയെപ്പോലെ പിടഞ്ഞു വീണ് മരിച്ച ഇന്ദിരാ പ്രിയദർശിനി ഈ രാജ്യത്തിന് വേണ്ടിയാണ് ജീവൻ ത്യജിച്ചത്. ഇന്ദിരാ പ്രിയദർശിനിയും രാജീവ് ഗാന്ധിയും ജീവൻ ത്യജിച്ച ഇന്ത്യ രാജ്യത്തിന്റെ മഹത്തായ മതേതരത്വം തിരിച്ചുപിടിക്കാൻ, ആ രാജ്യത്തിന്റെ ജനാധിപത്യം തിരിച്ചുപിടിക്കാനുള്ള പോരാട്ടത്തിലാണ് രാഹുൽ ഗാന്ധി. ആ രാഹുൽ ഗാന്ധി വോട്ടധികാർ യാത്രയുമായി ബീഹാറിന്റെ മണ്ണിൽ ഒരു പരിവർത്തന യാത്രയുമായി കടന്നു ചെല്ലുമ്പോൾ മറ്റിടങ്ങളിലും സമാനമായ പ്രക്ഷോഭം നയിക്കുകയാണ് വിവിധ കോൺഗ്രസിന്റെ ഘടകങ്ങൾ. ഒഡീഷയിൽ PCCയുടെ നേതൃത്വത്തിൽ യാത്ര നടക്കുന്നു. കർണാടകയിൽ PCC യാത്ര നടത്തുന്നു. കേരളത്തിൽ ജില്ലാ തലങ്ങളിലും യാത്ര നടക്കുകയാണ്. യൂത്ത് കോൺഗ്രസും KSUവും NSUവും എല്ലാം രാഹുലിന്റെ പോരാട്ടങ്ങൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച ഒരേ സമയം നടന്നു നീങ്ങുന്ന കാഴ്ച, ജനാധിപത്യത്തിന്റെ ആ സുന്ദരമായ കാഴ്ച നമ്മൾ കാണുകയാണ്. ചർക്കാങ്കിത ത്രിവർണ പതാക കയ്യിലെടുത്ത രാഹുൽ നയിക്കുന്ന പോരാട്ടം കോൺഗ്രസിന് വേണ്ടി മാത്രമുള്ളതല്ല. ഈ രാജ്യത്തിന്റെ ജനാധിപത്യം സംരക്ഷിക്കാൻ, ഈ രാജ്യത്തിന്റെ മതേതരത്വം സംരക്ഷിക്കാൻ, വ്യാജ വോട്ടിലൂടെ അധികാരത്തിലേറിയ സംഘപരിവാർ ഭരണകൂടത്തെ താഴെയിറക്കാനുള്ള പോരാട്ടമാണ് രാഹുൽ ഗാന്ധി നടത്തുന്നത്. ആ പോരാട്ടങ്ങൾക്ക് രാജ്യത്തെ മുഴുവൻ ആളുകളുടെയും പിന്തുണയുണ്ട്. സംഘപരിവാറിന്റെ മനസ്സില്ലാത്ത മുഴുവൻ ആളുകളും രാഹുൽ ഗാന്ധിയെ ഈ പോരാട്ടത്തിനകത്ത് പിന്തുണയ്ക്കുകയാണ്. അതിൽ കോൺഗ്രസുകാരനുണ്ട്, കമ്മ്യൂണിസ്റ്റുകാരനുണ്ട്, സോഷ്യലിസ്റ്റ് ഉണ്ട്. എല്ലാവരും രാഹുൽ ഗാന്ധിയെ പിന്തുണച്ചുകൊണ്ട് രാഹുൽ ഗാന്ധിയുടെ പിന്നിൽ ഒറ്റക്കെട്ടായി അണിനിരന്ന സംഘപരിവാറിന്റെ വോട്ട് ചോരിക്കെതിരെ പ്രതിഷേധിക്കുന്ന, പ്രതികരിക്കുന്ന, പ്രതിരോധിക്കുന്ന കാഴ്ചയാണ് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കാണാൻ കഴിയുന്നത്. ഇതൊരു സുന്ദരമായ കാഴ്ചയാണ്. രാജ്യത്ത് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ജനാധിപത്യം വീണ്ടെടുക്കുമെന്ന പ്രതിജ്ഞയുമായി രാഹുൽ ഗാന്ധി മുന്നോട്ട് പോകുമ്പോൾ ആ പോരാട്ടത്തിന് നാൾക്കുനാൾ പിന്തുണ ഏറി വരികയാണ്.